ചുമയൊക്കെ ഉണ്ടായിരുന്നു രാത്രി പറഞ്ഞത്. ഗുഡ് മോർണിംഗ് കായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് മണി വന്നേ 20, 25, 26, 27, 28, 29, 30 ഉണ്ടാവും. അപ്പോ എന്താ ആലോചിച്ചിരിക്കുന്നു? കണ്ണ വയ്യ, ആടിന് ചെക്കനോട് വയ്യ. ഒരു ചെക്കനുണ്ട്. എന്താ കണ്ണ? അപ്പൊ ചേച്ചി ചീട്ട് പറഞ്ഞടാ. കണ്ണന്റെ മരുന്ന് എവിടെ? പൊന്നെ മരുന്ന് എവിടെ? അപ്പൊ ചേച്ചി എടുത്ത് വെച്ച് കണ്ണാതെ. ഇവള് ഇല്ലേ? അങ്ങനെ കാണിച്ചാ മതി. അങ്ങനെ വാവുകയാണെന്നുള്ളത് അവന് കൊടുത്ത മാസം കുറയൊക്കെ ചെയ്യും. എല്ലാ മാസവും ഒരുപോലെ ആവില്ലല്ലോ. ചോയ കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. കാണണം പാല് കുടിക്കാൻ വേണ്ടി എടുത്തതാ. പക്ഷെ അപ്പോഴാണ് ഞാൻ കൊടുക്കുന്ന നമ്മത് നോക്കണ്ടേ. മുടി അഴിച്ചിട്ട് പോയി കഴിഞ്ഞാല് ഇതാർക്കും നിർത്തണം. ഇയാള് പോവല്ല വഴി, അതുകൊണ്ട് പറഞ്ഞതാ. കുളിക്കണൊക്കെ ഉണ്ടാവും. നേരം പിടിക്കണം. ശിവേശോടൊക്കെ പറയട്ടെ. ചോദിച്ചിട്ടൊന്നുമില്ലേ പാവം. ചിരിച്ചതെന്നോ നിന്റെ തല നേരെയാവാൻ കാര്യമായിട്ട് നിന്റെ തല കത്താവാൻ മുടി നേരെയാവാൻ നീയും പിന്നെ ഇങ്ങനെ അങ്ങോട്ടും എക്സാം എഴുതാൻ പോകട്ടെ. അപ്പോ ഇംഗ്ലീഷാണ്. അല്ല ഇംഗ്ലീഷല്ല എന്തായാലും അല്ലേ മാത്സ് ഫസ്റ്റ് ശരി. നാളെ കളർ നാളെ ഉണ്ട്. ജിപ്പത്തോടു കൂടെ കഴിഞ്ഞു. അപ്പൂന് ഏതൊക്കെയോ ഏതൊക്കെ അങ്ങോട്ടുണ്ട്. നല്ല രസമുള്ളത് ചെറുപ്പട്ട് ഓടിക്കോ. ചന്ദ്രൻ ദൈവത്തിനോട് അടിച്ചോ. ഇതിൽ
എക്സാം സൂപ്പറായിട്ട് എഴുതണം കേട്ടോ. ക്ലിപ്പൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അവന്റെ കേട്ടോ. സൂപ്പറായിട്ട് എക്സാം എഴുതണം. ചെന്നുണ്ടാവാറില്ല. അത് കിട്ടാമ്മ വീഡിയോ എടുക്കട്ടെ. ഒന്നും കൂടി ഹഗ് ചെയ്യോ. ഓക്കെ ബൈ. ആ എന്ത് സഞ്ജു ബൈ. ഓം ടീച്ചറോട് ചോദിക്കട്ടെ എന്ത് ഗിഫ്റ്റാ വേണ്ടെന്ന്. ശോഭനച്ചോടും ടീച്ചറോടും. ഓക്കെ അപ്പു ബൈ. അപ്പുവിന്റെ ഫ്രണ്ട് വരണു. അമ്മ അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ അപ്പൂനെ ഇന്നും ആക്കുന്നത് ഷീബേച്ചിയാണ് കേട്ടോ. കാരണം കണ്ണൻ ഒട്ടും വയ്യ, കണ്ണൻ നല്ല ടയേർഡാണ്. ഞാൻ എപ്പോഴും വേണം അടുത്ത് കേട്ടോ. അങ്ങനത്തെ ഒരു മൂഡായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും അത് ചെയ്യില്ല, പാവം ഒട്ടും വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അവൽ ഉപ്പുമാവാണ്. പിന്നെ ഭയങ്കര ഡ്രൈ ആണ് ആക്ച്വലി ഇത് കഴിക്കണം. പിന്നെ കുറച്ച് ലേറ്റായി, ഞാൻ കഴിച്ചപ്പോൾ തന്നെ ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. കാരണം മക്കൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കലൊക്കെ പിന്നെ ഷോകല്ലേ. അപ്പോൾ അവൽ ഉപ്പുമാവും 3 എഗ്സുമാണ് ഞാൻ എടുത്തത് കേട്ടോ. പിന്നെ ഇത് ഒരു 11:30 ആയപ്പോൾ ജിംബു വന്നിട്ടുണ്ട്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൻ ഒരു 10:30 ആയപ്പോഴാണ് അപ്പൂസൻ സ്കൂളിൽ പോയത് കേട്ടോ. അപ്പം ഉറങ്ങിയതാണ്. ഞാൻ വേറെ ഫോട്ടോ ആണ് ചേട്ടാ, അപ്പൂൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇത് ഇന്നലെ ഞങ്ങളവിടുത്തെ പ്രിയ ചേച്ചി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചെന്നാണ് കേട്ടോ. അപ്പോൾ 10 മണിക്ക് അങ്ങ് കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റപ്പോൾ ക്ലോക്കിലിപ്പോൾ 1:45 അല്ലേ 1:30 വരെ എങ്ങാണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു കേട്ടോ. ഞാനും പെട്ടുന്നേ. കാരണം ആളിങ്ങനെ പാൽ കുടിച്ചുകൊണ്ട് കിടക്കുക. രാവിലെ കഴിച്ചതേ ഉള്ളൂ. അവലുപ്മാവാണ് അങ്ങനെ രാവിലെ കഴിച്ചതാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. എണീക്കുന്നുമില്ല. കാരണം ആൻറ്റിബയോട്ടിക് ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ചുമയുടെ മരുന്നുണ്ട്. പിന്നെ പനിയുടെ മരുന്നും കൂടെ ഞാൻ രാവിലെ കൊടുത്തു കേട്ടോ. അതിൻ്റെയൊക്കെ ആക്ച്വലി മനോജ് ഡോക്ടറിന് എഴുതി തരുന്നത് ഭയങ്കര ഡോസേജ് കുറവാണ്. എങ്കിൽ പോലും ക്ഷീണത്തിൻ്റെ ആണെന്ന് അറിയില്ല കേട്ടോ. നല്ല ടയേർഡായിരുന്നു. അങ്ങനെ നല്ല ഉറക്കമായിരുന്നു. ഞാനാണെങ്കിൽ കിടന്ന് എനിക്കങ്ങ് വയ്യാതായി കേട്ടോ. ഒരു പണികൾ ഒരുങ്ങിയിട്ടില്ല. രാവിലെ ഹാൻഡ് വാഷ് ക്ലീൻ ചെയ്യണമെന്നാണ് കേട്ടോ. കാരണം മക്കളെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴേക്ക്, ഭക്ഷണം കഴിക്കലെല്ലാം കഴിയുമ്പോഴേക്ക് രാവിലെ റൗണ്ട് ഇത് ഹാൻഡ് വാഷിനോടെ ക്ലീൻ ആക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ അലമ്പാവും. പിന്നെ ഈ മിറർ വന്നിട്ട് താഴെ ഇരിക്കുന്നതുകൊണ്ടേ നമ്മളൊന്ന് കൈ കഴുകി ഒന്ന് കുടയുമ്പോഴേക്കും ആകെ മിററിലൊക്കെ ആകെ ഒരു കറ പോലെ വരും കേട്ടോ. വെള്ളത്തിൻ്റെ ഭയങ്കര ഹാർഡ് വാട്ടർ ആയതുകൊണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനത് ചാമ്പയ്ക്ക പൊട്ടിക്കാൻ പോയി കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻ ചാമ്പയ്ക്ക. അപ്പോൾ അവൻ വേറെ ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞോടി നീ ഒരു ചാമ്പയ്ക്ക പൊട്ടിക്കാൻ. നോക്കിയപ്പോൾ അവിടെ ആണെങ്കിൽ ഒന്നുമില്ല കേട്ടോ. ഇത് മലേഷ്യൻ ചാമ്പയ്ക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ എവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പക്ഷെ മഴ പെയ്തതുകൊണ്ട് ഇടയിലൊക്കെ പുഴുണ്ട് ചില ചാമ്പയ്ക്കൽ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് ഈ ഭാഗത്തേക്കുള്ളതൊക്കെ നമ്മൾക്ക് അപ്പുറത്ത് അവർ മതിലിനപ്പുറമുള്ളതൊക്കെ അവർക്ക്. അങ്ങനെയാണ് കേട്ടോ എൻ്റെ പോളിസി. അപ്പോൾ ഞാനത് ഉള്ളിലൊക്കെ പോയി പൊട്ടിച്ചു. ഒരു 3-4 ഇട്ടിട്ടോ. നല്ല വലുതായി. അതിൽ 2 പുഴുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ വേനൽക്കാലത്തൊക്കെ ഉണ്ടല്ലോ, ഇതൊരു 2-3 കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. അങ്ങനത്തെ ഞാൻ 2 കഴിച്ച് ഞാൻ തുണികളൊക്കെ എടുത്തേക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ കണ്ണം ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ടേബിളിന് മേലുള്ള തുണികൾ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. മിനിഞ്ഞാന്നത്തെ തുണികൾ അവിടെ വെച്ച് മടക്കി വെച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ കുറേ തുണികൾ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ടേബിളിന് മേലായിരുന്നു കേട്ടോ. അപ്പം ഞാനത് എടുത്ത് വെക്കാൻ തന്നപ്പോഴേക്കൊക്കെ ആൾ ഭയങ്കര കരച്ചിലാണ്. അമ്മയുടെ കൂടെ ഒന്നും പോകുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കരച്ചിലോ എന്ത് വയ്യായ്ക്ക് വന്നു കഴിഞ്ഞാലും ആൾ അമ്മയുടെ കൂടെയൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ ഭയങ്കര കപ്പാസിറ്റി ഔട്ടായെന്ന് തോന്നുന്നുണ്ട്. ഒട്ടും പറ്റുന്നില്ലായിരുന്നു ആൾക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഭക്ഷണമാണെങ്കിലും വലിയ കാര്യമായിട്ട് കഴിക്കുന്നില്ല. ഇനി എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു കേട്ടോ. റൂമിൻ്റെ അവസ്ഥ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളിത് താഴെ കുഞ്ഞുപെട്ടിട്ടൊക്കെയാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം
ഇപ്പോൾ ഫുള്ള് ഉറക്കമാണ് ആക്ച്വലി, ഭയങ്കര ക്ഷീണമാണ് ആൾക്ക്. അപ്പോൾ ഞാൻ താഴെ ഒരു കുഞ്ഞുബെഡ് ഇട്ട് കൊടുത്തിട്ട് താഴെയാണ് ഇങ്ങനെ കിടക്കുന്നത്. കാരണം എപ്പോഴും ഇതിങ്ങനെ അങ്ങനെ കൂടെ കിടക്കണ്ട. അപ്പോൾ കുഞ്ഞുബെഡ് ആകുമ്പോൾ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ആളങ്ങ് നടന്ന് വന്നോളും. അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കിടക്കേണ്ടി വരും. കിച്ചണിലാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ തൊട്ടിലാണെങ്കിൽ ആൾക്ക് നല്ല കംഫർട്ടാണ്. പക്ഷേ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഉഷ്ണമാണ് കേട്ടോ അവിടെ. മേഘഹംസങ്ങൾ തൊഴുതു വലം വെച്ചു സിന്ദൂരം വേളയിൽ നെറ്റിയിൽ ചന്ദനവും ചാത്തി നീ അടയുമ്പോൾ കൊണ്ടൻ വാനിടം മംഗളമാലപിക്കേ ഓമനേ നിന്നെ ഞാൻ സ്വന്തമാക്കും ഈരന്മേഘം. അങ്ങനെ ഒരു ഇച്ചിരി ഗ്യാപ്പിന് അത് ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട്. ഫുഡ് എന്തെന്ന് അറിയുമെന്ന് നമുക്ക് ചോറ്, നമ്മൾ സാലഡ്സ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ക്യാരറ്റ്, കുക്കുംബർ ഒന്നും ഇല്ല. കാരണം വാങ്ങിക്കുമ്പോൾ ഉള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. വിൻചേട്ടനാണെങ്കിൽ ഫുള്ള് തിരക്ക് ഓഫീസിൻ്റെ ഓപ്പണിങ്ങിൻ്റെ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ച് നല്ല കായും പയറും കൂടെ എരിശ്ശേരി നല്ല ശർക്കര കിട്ടണം, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷെ അതന്നെ നേരവണ്ണം വേഗം കഴിക്കാനൊന്നും പറ്റിയില്ല. കാരണം കാണാൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. കളിച്ച് കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഫുഡ്? യമ്മില്ലേ? എരിശ്ശേരി കഴിച്ച നീ? ഫസ്റ്റ് ടൈമാ നീ ലൈഫിൽ കഴിക്കുന്നേ. ഞാൻ നിനക്ക് വാരിത്തരാറുണ്ട് ചോറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ. ഞാൻ വാരിത്തരുമ്പോ എന്ത് കറിയാണോ വീട്ടിലെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തരും. പണ്ട് അമ്മക്കില്ലേ കുഞ്ഞാമ്പ അപ്പൂന്റെ ഒക്കെ സമയത്ത് ചോറും പഞ്ചസാരയും കൂട്ടി വെച്ചിരുന്നു. നല്ല രസാ. അത് അമ്മ ആകുമെന്ന് പറഞ്ഞില്ലല്ലോ. അമ്മ ആകുമെന്ന് പറഞ്ഞില്ലല്ലോ. ഏയ് അങ്ങനെ വെക്കേഷൻ തുടങ്ങി അല്ലേ ജിംബ? ഇതെന്താ സംഭവം എന്നറിയോ? ആൾക്ക് ആളുടേതായിട്ടുള്ള അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ പാത്രം കഴുകുക, ഫുഡ് കഴിച്ച പാത്രം വേസ്റ്റ് ബിന്നിക്കിടുക, അല്ല പാത്രമല്ല ഫുഡ് വേസ്റ്റ് ബിന്നിക്കിടുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആൾക്ക് ഭയങ്കര അറപ്പാണ് കേട്ടോ. പിന്നെ സിങ്കൊക്കെ അലമ്പായി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര അറപ്പാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ അറപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രമാത്രം അറപ്പില്ല കേട്ടോ. എൻ്റെ അൾട്ടിമേറ്റാണ് ഇയാൾക്ക്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു വെക്കേഷൻ്റെ ടൈമിൽ നമ്മൾ എന്താണ് ഒരു നല്ല ഹാബിറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ച പാത്രം കഴുകി വെക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓ എൻ്റെ ഫേസൊക്കെ ഡ്രൈ ആയി. ഓ എൻ്റെ മുഖം എന്തെങ്ങനെ ഇരിക്കണല്ലേ, ഭയങ്കര കഴിയണം. നീ രാവിലെ തൊട്ട് കണ്ണൻ്റെ പിന്നാലെ കണ്ണൻ കരഞ്ഞ് കുളിച്ചിട്ടില്ല. കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി അങ്ങനെയൊക്കെ കിടന്നുള്ളൂ. മുഖമൊന്ന് വാഷ് ചെയ്യലും ഒന്നുമില്ല. അമ്മ ഇടയ്ക്കിടയ്ക്ക് മുഖം വാഷ് ചെയ്യും. പിന്നെ അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തോന്നുന്നു ഫേസൊക്കെ ഭയങ്കര ഡള്ളായി കിടക്കണം. ഞങ്ങൾക്ക് ഇന്നൊരു മാങ്ങ കിട്ടി. ഈ മാവിൻ്റെ ചോട്ടത്തിൽ എനിക്കിതുവരെ മാങ്ങ കിട്ടിയിട്ടില്ല. അത് ഫസ്റ്റ് ടൈമാണ്. അല്ല ജിമ്പൂനറിയില്ല, അപ്പൂനാണ് കൂടുതൽ കിട്ടിയിരിക്കണം. എന്നിട്ട് പറയട്ടെ ശ്രീരാമസ്വാമിയുടെ കഥ. അപ്പോൾ വർഷത്തിൽ ശ്രീരാമസ്വാമിയുടെ അമ്പലത്തിൽ നിന്ന് ശ്രീരാമസ്വാമി ഓരോ ഭാഗത്തേക്ക് ജനങ്ങളെ കാണാൻ വേണ്ടി പോകും. അപ്പം ഞായറാഴ്ച ഇപ്പം ഇന്നലെ പൂരം പുറപ്പാടായിരുന്നു. ഇന്നലെ അതിൻ്റെ പൂരമായിരുന്നു, തേവരുടെ പൂരം.
അപ്പം ഇന്നലെ ഒരു ഭാഗത്തേക്ക് പോയി, എന്നിട്ട് ഓരോ മനയിലൊക്കെയാണ് പോയിട്ട് അന്തി ഉറങ്ങുക. ഉറങ്ങുക. ഇനിയിപ്പം നമ്മളെ ഭാഗത്തേക്ക് വരുന്ന ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ വരുമ്പോഴേക്ക് മുന്നേ എല്ലാവരും മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, ഏത് മതത്തിലെ ആൾക്കാരാണെങ്കിലും ശ്രീരാമസ്വാമി പണ്ട് നടന്നിരുന്ന ഭാഗമുണ്ട്, ആനയുടെ മേലെ കയറിയിട്ടാണ് വരിക. അപ്പോൾ പണ്ട് നടന്നിരുന്ന ഏത് ഭാഗത്തു കൂടെ ആണോ ശ്രീരാമസ്വാമി നടക്കുക, ആ ഭാഗത്തു കൂടെ തന്നെയാണ് ഇപ്പോഴും നടക്കുക. അപ്പോൾ ആ ഭാഗത്ത് ഏത് മതത്തിലുള്ള ആൾക്കാരുടെ വീട്ടിലെ സൈഡിൽ കൂടെ ആണെങ്കിൽ അവരൊക്കെ ആ ഭാഗത്തെ വീട്, പറമ്പും ഒക്കെ റെഡിയാക്കും. ആ ജിമ്പൂരിൽ കാര്യം കേൾക്കണോ? പണ്ട് അച്ഛനൊക്കെ പറഞ്ഞെന്നാണ്, ശ്രീരാമസ്വാമി പോകുന്നൊരു വഴിയായിരുന്നു. അവിടെ ഒരു ആൾ മതിലൊക്കെ വെച്ചു. ആന പോണ സമയമായപ്പോൾ ആന അവിടെ നിന്നു. എന്നിട്ട് പോകാൻ പറ്റിയില്ല. എന്നിട്ട് ആന വളഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം അയാൾ എന്തോ അസുഖം വന്നിട്ട് മരിച്ചു. ശിക്ഷയായിരുന്നത്. അങ്ങനെ ശ്രീരാമസ്വാമി പോണ വഴി അന്ന് തടയാൻ പാടില്ല. അപ്പം ഞായറാഴ്ചയാണ് നമ്മൾ ഇതിലൂടെ വരിക. ഇതിൽ വലിച്ചു കൊണ്ടുപോവില്ലേ? നമുക്ക് അപ്പു വരട്ടെ. അപ്പു വന്നിട്ട് ആരും കൊണ്ടുപോവല്ലേ. ഹലോ, എന്താ വീണോ? അവിടെ അവളെ ക്ലാസ്സിൽ എനിക്കെന്നറിയില്ലേ? ടീച്ചർ പോയോ? എനിക്കില്ലേ. സ്പീക്കർ എങ്ങനെ വെച്ചിട്ടുണ്ടോ തൊണ്ടയില്? അതാ. ആ ബൈ ബൈ ബൈ. ഒരു ഗിഫ്റ്റ് ഉണ്ട്. അവിടെ ഇരിക്കടാ. അപ്പോ ബസ് ഇവിടേക്കല്ല. ആ ഇരിക്കേ. ഓക്കേ. അമ്മമ്മടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ കൊറേ. പതിയേട്ടാ. നീ മതി ജിമ്മ. ഗായസ്, ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ കണ്ണൻ ബേബി നല്ല ഉറക്കമായിട്ട് താഴെയാണ് കുഞ്ഞുപറ്റിട്ട് കിടത്തുന്നത് കേട്ടോ. പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മക്കളുടെ ഫേവറേറ്റ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെയാണോ? വെക്കേഷൻ്റെ സമയത്ത്, അതായത് സ്കൂളൊക്കെ അടച്ചു വരുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരാണോ നിങ്ങൾ? എനിക്ക് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. അപ്പം ഞാൻ സേമിയ പായസമൊക്കെ ഷീബേച്ചിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണാ, ചിമ്പി ചേച്ചിക്ക് അറിയ കണ്ണാതെ. അയ്യോ, അമ്മയും കൂടി വരുമോന്ന് കണ്ണ? അപ്പൊ കണ്ണനോ? അയ്യോ, കണ്ണന് സങ്കടം. കണ്ണ, അമ്മയും കൂടി. അപ്പൊ കണ്ണനോ? അപ്പൊ കണ്ണനോ? അപ്പൊ ഒന്ന് പോവാ. അമ്മേ, നോക്കാം, അച്ഛനും സംസാരിക്കട്ടെ. എന്റെ പൊന്നെ, അമ്മേനെ അടിച്ചാപ്പ ചേച്ചി. എപ്പോഴാക്കിയേ കണ്ണ? അച്ചോടാ, അയ്യോടാ കണ്ണ എന്നാക്കിയേ. അതാ അപ്പു, അപ്പു നിനക്കുള്ളതാണത്.
അതോ എല്ലാവരും തുമ്മലും ജലദോഷവും. പപ്പുവിന് ജലദോഷം. അയ്യേ, ഡ്രസ്സിലാണോ തുടക്കിയ? ഡ്രസ്സിലാണോ തുടക്കിയ കുഞ്ഞുമണി? ഇപ്പൊ നാളെ അമ്മമ്മയുടെ വീട്ടിൽ പോവാ. അമ്മ വരണോ? നോക്കട്ടെ, അച്ഛ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആ എഡ്ജ് ശരിയായിട്ടില്ലേ? ഓക്കെടാ. ആ ഷീറ്റും കൂടെ ആ ബെഡിലേക്ക് ഇട്ട് നിൽക്കും. അത് താഴെ കിടക്കണം. ബെഡിലേക്ക് ഇനി ഫാൻ ഓഫ് ചെയ്ത് പോയോ? ഗുഡ് ഗേൾസ്. കംപ്ലീറ്റ്സ്. നമ്മുടെ കേബിൾ എടുത്തോ. അതെ, ഈ അപ്പൊ നീ സ്കൂളിക്ക് പോയില്ലേ രാവിലെ? ആപ്പച്ചി വേണമെന്ന് പറഞ്ഞിട്ട് വലിയ കളി. അയ്യോ സോറി. അങ്ങനെ ദേ വീട്ടിലതേ കൊട്ടര നിർത്തികൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷനായില്ല, ഇനി ഇതൊക്കെ തന്നെ ആയിരിക്കും 24 മണിക്കൂർ ഗൈസ്. എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. പക്ഷേ ഇവർ രണ്ടുപേരും പോവുകയാണ് കേട്ടോ, അമ്മയുടെ വീട്ടിലേക്ക് ചെത്തല്ലൂർക്ക് പോവും അവർ. അപ്പോൾ എന്നേക്കാന്നുള്ള പ്ലാനിങ്സ്. ശരിക്കും ഇവർ നാളെ അമ്മ വന്നിട്ട് പിക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ പരിപാടികളൊക്കെ ചേഞ്ച് ആക്കി. കാരണം ജിമ്പനും അപ്പനൊക്കെ ഹെയർ കളർ ചെയ്യണം പോലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിൻചേട്ടനോട് കൊണ്ടാക്കാൻ പറയണം. അല്ലെങ്കിൽ വലിയേട്ടൻ്റെ ഒപ്പം കൊണ്ടുവിടാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അവൻ ഈ ശനിയാഴ്ച അവൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ വിൻചേട്ടൻ തന്നെ പോകേണ്ടി വരും. കാരണം മക്കളുടെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം കൂടെ അമ്മയ്ക്ക് മക്കളുടെ അടുത്തൊന്നും അമ്മയുടെ അടുത്തുനിന്ന് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ബസ് അല്ലേ. ബസ്സാണെങ്കിൽ ഒരു 3-4-5 ബസ് മാറി കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലെത്താനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിന്നർ സെയിം, നമ്മൾ ഉച്ചത്തെ സെയിം ആണ്. പക്ഷേ ചിക്കൻ ഉണ്ടായിരുന്നു, കുറച്ച് മസാല തേച്ച് വെച്ചത്. അപ്പോൾ ചിക്കനാണ് ഞാൻ മേക്ക് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഞാനൊരു 3 വിസിൽ കുക്കറിൽ അടിച്ചു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുത്തു. ഗീ ഒക്കെ ഇട്ടിട്ട് ഒരു ഗീ റോസ്റ്റ് പോലത്തെ ഒരു ചിക്കനായിരുന്നു. നൈസായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ കണ്ണന് രാവിലെ തൊട്ട് പിന്നെ വൈകുന്നേരം വരെ പനിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കുളിപ്പിച്ചു. തലയൊക്കെ ഒന്ന് എണ്ണ ഇട്ടില്ല, ജസ്റ്റ് കുളിപ്പിച്ചു കേട്ടോ. കൂടി കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ആശ്വാസമായി. ഞാൻ വൈകുന്നേരം ഉച്ചയ്ക്ക് കുറുക്ക് കഴിച്ചു കേട്ടോ. ആൾ വൈകുന്നേരം ഒരു ആപ്പിളിൻ്റെ പകുതി കഴിച്ചു, പിന്നെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂടെയൊക്കെ ആളിരുന്ന് കഴിക്കുന്നതാണ്, പക്ഷേ ഇന്നൊന്നും കഴിച്ചില്ല. പിന്നെ ഒരു 8:30 ആയപ്പോൾ ആക്ച്വലി ആൾ കിടന്ന് ഉറങ്ങി. ഇന്ന് നമുക്ക് വലിയ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇന്ന് ആപ്പിളൊക്കെ കഴിച്ചതേ കുളിപ്പിച്ച് വന്നപ്പോഴേക്കതേ വിനിച്ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനിച്ചേട്ടനും മക്കളും കുറച്ച് നേരത്തെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് അവർ നോക്കി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ആൾക്ക് നല്ല ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളൊന്ന് വേഗം തന്നെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അന്ന് ക്ലീനിങ് ഒക്കെ അമ്മയ്ക്കുള്ള പരിപാടിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എൻ്റെ കൈ വേദനയായിരുന്നു ആദ്യം നന്നായിട്ട്. അപ്പോൾ എനിക്ക് പാത്രം കഴുകാനൊന്നും പറ്റുമായിരുന്നില്ല കേട്ടോ രാത്രി. പക്ഷേ ഇപ്പോൾ ജിമ്മിൽ പോയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഇപ്പം എൻ്റെ കൈവേദന ഒട്ടും ഇല്ല. വെള്ളം തട്ടുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ രാത്രി പാത്രങ്ങളൊക്കെ ഞാൻ തന്നെ കഴുകി വയ്ക്കുക പറ്റുന്ന സമയത്ത് കേട്ടോ. എല്ലാ ദിവസവും എനിക്ക് പറ്റാറില്ല, കാരണം മിക്ക ദിവസവും കണ്ണം കരഞ്ഞ് ചില സമയത്ത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങും. ചില സമയത്ത് ഒരു 9:30-10 മണിയായാലും കിടന്നുറങ്ങില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കുറേ ഞാൻ കഞ്ഞി കൊടുക്കാനൊക്കെ നോക്കി, പക്ഷെ കഞ്ഞിയൊന്നും കഴിച്ചില്ല. ചോറ് കൊടുത്തു, ചോറ് കഴിച്ചില്ല. ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഈ വായിക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം പനിയൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സീനല്ലേ. അപ്പോൾ അവൻ്റെ കാര്യം അങ്ങനെയൊക്കെയായിരുന്നു ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, മാറുന്നുണ്ട്. പനി എന്തായാലും ഇന്നലെ പുലർച്ചയ്ക്ക് പനിച്ചതാണ്. പിന്നെ പനി വലിയ കാര്യമായിട്ടുണ്ടായില്ല കേട്ടോ.